ഹായ് ഹലോ ക്യൂട്ടീസ്. അപ്പം ഇന്ന് നമുക്ക് ലോങ് വീഡിയോ ചെയ്താലോ? ഇന്ന് ലോങ് വീഡിയോയിൽ നമുക്ക് ന്യൂ ആയിട്ടുള്ള രണ്ട് ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. രണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്നുള്ളൂ, ഒരു ഹോം ഡെക്കോർ ടൈപ്പിലുള്ള ക്രാഫ്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പം ഇഷ്ടമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഒന്ന് കാണുകയും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഷോർട്സിൽ കുറച്ച് 2 ദിവസമായിട്ട് നമ്മൾ പേപ്പർ ക്രാഫ്റ്റിൻ്റെ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ലോങ് വീഡിയോ തുടങ്ങിയാലോ? ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹായ് ക്യൂട്ടീസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ് കണ്ടല്ലോ. ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പഴയ 2 ക്യാൻവാസിൽ ഒരെണ്ണമാണ്. ഇത് കുറേ നാളായിട്ട് പെയിൻറ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇത് ഒത്തിരി പൊടിയൊക്കെ പിടിച്ച് പഴയതായിരുന്നു. അപ്പം ഞാൻ ആദ്യം അതിനെ പുതിയതാക്കാൻ വേണ്ടി ജെസ്സോ വെച്ച് അതിൻ്റെ ഒരു ടെക്സ്ചർ മാറ്റി വൈറ്റ് കളർ, നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പെയിൻറ് അടിക്കാം. ജെസ്സോ വെച്ചിട്ട് ഒരു കട്ടിയുള്ളതുകൊണ്ട് ഒരു ഷെയ്ഡ് കൊണ്ട് നമുക്ക് പറ്റും. വൈറ്റ് പെയിൻറ് ആണെങ്കിൽ 2 കോട്ട് അടിക്കുമ്പോൾ നമ്മുടെ കളറൊക്കെ മാറ്റും, നമ്മുടെ ക്യാൻവാസ് പുതിയതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ക്യാൻവാസ് റീയൂസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചൊരു ഹോം ഡെക്കോറായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു വോൾ ഡെക്കോറായിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചേ. അപ്പോൾ വൈറ്റ് പെയിൻ്റ് ആണെങ്കിൽ മാക്സിമം 2 പെയിൻറ് അടിക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ നമ്മുടെ ബാക്കിലൊക്കെ കളറൊക്കെ വീണ്ടും ഷെയ്ഡായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ജെസ്സോ അടിച്ചു കഴിഞ്ഞാലും കുറച്ച് നേരം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം, കാരണം ഇത് ഇച്ചിരി ഡ്രൈ ആകാൻ സമയമെടുക്കും. പിന്നെ നമ്മൾ ഏതെങ്കിലും കുപ്പിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ മരുന്ന് കുപ്പിയുടെയോ എന്തെങ്കിലും ചെറിയ ചെറിയ സ്മോൾ കണ്ടെയ്നറില്ലേ, അത് പകുതി കണ്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് സിമെന്റ് ആണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, കാരണം എൻ്റെ അതിനകത്ത് POPയോ വൈറ്റ് സിമെന്റ് ഏതെങ്കിലും, പക്ഷേ എൻ്റെ അതിനകത്ത് വൈറ്റ് സിമെന്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ച് നമ്മൾ POP ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ. അതും വൈറ്റ് കളർ അല്ല താനും. അപ്പം അതിനെ നമ്മൾ കലക്കി വെച്ചിരിക്കുകയാണ്. ഇച്ചിരി ഒത്തിരി വെള്ളമയം വേണ്ട, ഇച്ചിരി കലക്കി വെക്കുക കേട്ടോ. നമ്മളപ്പം നമ്മുടെ വൈറ്റ് ക്യാൻവാസ് ഓൾറെഡി നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കട്ട പിടിക്കുക, അതുകൊണ്ട് ഇച്ചിരി വെക്കണം. വൈറ്റ് കളർ ഇട്ടാലും മതി, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ കുപ്പിയെ ഞാൻ പകുതി കണ്ടിച്ച്, വലിയ കുപ്പി ആയതുകൊണ്ടാണ് പകുതി കണ്ടിച്ചത്. പിന്നെ അതിന് നമ്മൾ ഇതേലും നമ്മുടെ എന്തെങ്കിലും ഗ്ലൂ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഡബിൾ സൈഡ് ടേപ്പ് എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം ഒരു പഴയ ഏതെങ്കിലും ഒരു തുണി എടുക്കാൻ നോക്കി. ഇപ്പം ആവശ്യത്തിന് നോക്കുമ്പോൾ നമ്മുടെ പഴയ തുണിയൊന്നും കാണത്തില്ലല്ലേ. അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ പഴയതാണ്. അപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഇതിനെ വൈറ്റ് കളർ വെച്ചൊന്ന് ഒന്ന് ഒന്ന് മിനുക്കി അടിച്ച് ഇച്ചിരി വെള്ളയാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആയില്ല. വെള്ളയാക്കിയില്ലെങ്കിലും സാരമില്ല, കാരണം അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വൈറ്റ് പെയിന്റ് അടിക്കാൻ പോവല്ലേ. വൈറ്റോ ഏതെങ്കിലും കളറിൻ്റെ പെയിന്റ് അടിക്കാൻ പോകും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിനകത്തിടാൻ വേണ്ടി ഞാനിത് നമ്മുടെ പിൻട്രസ്റ്റിൽ കണ്ട ഒരു പരിപാടിയാണ് ഞങ്ങൾ കാണിച്ചത്. ഇത് ഇതുപോലത്തെ പെയിന്റിങ്ങിൽ അതുപോലത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവരെനിക്കൊന്ന് പഴയ ഏതെങ്കിലും തുണി വെച്ചാണ് ചെയ്തത്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടിഷ്യൂ ഒത്തിരി നല്ലോണം അമർത്തി വെക്കണ്ട കേട്ടോ. ശകലമായിട്ടൊന്നും ഒന്ന് ഇച്ചിരി ഗ്ലൂ വേണമെങ്കിൽ ഇട്ടോ. ഗ്ലൂ ഞാൻ ആ വൈറ്റ് പെയിന്റിനകത്ത് നമ്മുടെ POPക്കകത്ത് ഞാൻ വൈറ്റ് കളർ ഇല്ലാത്തതുകൊണ്ട് വൈറ്റ് കളർ പെയിന്റും ഇച്ചിരി ഒരു ഫെവിക്കോളും ഒഴിച്ചിട്ടുണ്ട്, ഇച്ചിരി ഒട്ടാൻ വേണ്ടി. എന്നിട്ട് ഈ കുപ്പിയുടെ മുകളിൽ ഞാനിങ്ങനെ ടിഷ്യൂ ആയതുകൊണ്ട് കീറിപ്പോവില്ല, അതുകൊണ്ട് 2 ടിഷ്യൂവിൻ്റെ പേപ്പറിൻ്റെ മുകളിൽ വെച്ച ശേഷം, ഞാൻ പറഞ്ഞ അത്ര ശരിയായില്ല, കുളമായെന്ന് വിചാരിച്ച ഒരു പരിപാടിയാണ്. പിന്നെ അതുപോലെ കണ്ടുപോയാൽ അതിലേലും ഇതുപോലെ അതിൻ്റെ മുകളിൽ സിമെൻറ്റ്, നമ്മുടെ വൈറ്റ് സിമെൻറ്റ് വെച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഉണങ്ങിക്കഴിയുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ, ഞാനിപ്പോൾ പിങ്ക് കളർ അടിക്കുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണേൽ കളർ ഇല്ലാതെയും വൈറ്റ് കളർ മാത്രം വെച്ചെടുക്കാം. അപ്പം ഞാൻ ആ പിൻട്രസ്റ്റിൽ കണ്ട 2 ഒരു ഹോം ഡെക്കോർ ഉണ്ടാക്കാമെന്ന് വെച്ച് ശ്രമിക്കുകയാണ്. ഇങ്ങനെ വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുക്കുവാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് അടിച്ചാൽ മതി കേട്ടോ. എനിക്ക് കളറ് ചിലർ യെല്ലോ അടിക്കുന്ന കാണാം. ഞാൻ പിങ്ക് എന്ന് അടിച്ചു, പിങ്കും അല്ല, ഒരു പീച്ച് കളർ പോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡുകളും ഒക്കെ നമ്മുടെ ടേബിൾ കേടാകാതിരിക്കാൻ വേണ്ടി അത് ടേബിളിലൊക്കെ പറ്റും, അത് മാറ്റാൻ വേണ്ടി ഞാൻ പേപ്പർ വെച്ചിട്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ റിസറ്റിങ്ങിനുണ്ട്. അതിനകത്ത് നമ്മളൊരു കുറച്ച് ഫ്ലവറോ ആർട്ടിഫിഷ്യലോ, ഇത് റിയൽ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇന്ന് ഞാൻ ചർച്ചിൽ പോയപ്പോൾ കണ്ടത് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനലായിട്ടുള്ള ഒരു പിൻട്രസ്റ്റ് വൈബുള്ള ഹോം ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. അടുത്ത ക്രാഫ്റ്റ് നമ്മൾ കണ്ടാലോ. ഇതും ഞാൻ ഒരു പഴയ ഒരു ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അപ്പോൾ പഴയ ക്യാൻവാസ് കുറേ ഉണ്ട്, എടുത്ത് കളയാതിരിക്കാൻ വേണ്ടി റീയൂസ് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി. അതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് ജെസ്സോയോ അല്ലെങ്കിൽ വൈറ്റ് പെയിൻറ്റോ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ എപ്പോഴും നിങ്ങളുടെ ടേബിളിലൊക്കെ ഈ നല്ലോണം ചീത്തയാകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അടിയിൽ വല്ല പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ടേ നമ്മളിതൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ കളർ അടിച്ചു കൊടുക്കുകയാണേ.
ഇതും ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട കുറേ നാളായിട്ട് കണ്ടാണ്. അപ്പം ഞാൻ വെച്ചൊരു ക്രാഫ്റ്റ് എന്തെങ്കിലും ഒരു ഡെക്കോർ എന്തെങ്കിലും വെക്കാം. പുതിയ വീട്ടിൽ വന്നേ പിന്നെ ഞാൻ വളരെ ക്രാഫ്റ്റുകളൊക്കെ കുറവാണ്. അപ്പം ഞാൻ വെച്ച് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ നടക്കുമെന്ന് അറിയത്തില്ല. ഭയങ്കര മഴയാണ്. ചിലപ്പം മഴ, ചിലപ്പോൾ വെയിൽ. ഇവിടെ എല്ലായിടത്തും ഭയങ്കര ചൂടും ഉണ്ട്. ചിലപ്പം മഴ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ലൈറ്റ് കളർ ആക്കാൻ വേണ്ടി നമ്മൾ എൻ്റെ വെള്ളം വെച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലൂ പെയിൻറ്റ് അടിച്ച് ഇനി നമ്മളൊരു മേഘം പോലെ അതൊരു ക്ലൗഡ് പോലെ ആക്കാൻ കൈകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ കുറച്ച് വൈറ്റ് പെയിൻറ്റ് ഇങ്ങനെ വെച്ചിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് വേണ്ട ആവശ്യമുള്ളത് ഈ ക്ലേ ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണ ഒരു ഹെയർ ഡ്രൈ ക്ലേ എടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഫോം ക്ലേ ഉണ്ടായിരുന്നു, അത് വെച്ച് അങ്ങ് ചെയ്യാമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലേ വെച്ച് യൂസ് ചെയ്യാമേ. അപ്പോൾ ഞാൻ വൈറ്റ് പെയിൻറ്റിങ്ങിന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൈ കൊണ്ട് ചെയ്യുന്നത് ഒരു ക്ലൗഡ് എന്തുണ്ടാക്കുന്ന പോലെ നല്ലതല്ലേ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് സാധനം നമ്മൾ ചെയ്യുമ്പോൾ ഓരോന്ന് ഉണങ്ങിയിട്ട് അടുത്ത പൊളി ചെയ്യാലോ കേട്ടോ. അപ്പം നമ്മുടെ ക്ലേ ചെയ്യുന്നതിന് മുമ്പ് മറ്റേ നമ്മുടെ ക്യാൻവാസ് ഉണക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ഒരു വീടിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കളർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കളറില്ലെങ്കിൽ ഈ ഏത് കളർ യൂസ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ കറക്റ്റ് കളറില്ലെങ്കിൽ അപ്പോൾ ഞാൻ ഒരു വീടിൻ്റെ ഷേപ്പ് പോലെ ഉണ്ടാക്കുവാണ്. നിങ്ങൾക്ക് അഥവാ ക്ലേക്ക് കളറില്ലെങ്കിൽ നിങ്ങൾ ഏത് കളറിലുള്ള ക്ലേ വെച്ചും നമുക്ക് വീടുണ്ടാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീട് ഏകദേശം ആയിട്ടുണ്ട്. ഞാനിങ്ങനെ പെർഫെക്റ്റ് വീടല്ല, ഒരു ചെറിയൊരു കുട്ടി വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 2-3 ബലൂൺ പോലെ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിൻ്റെ വേറെ ഏതെങ്കിലും കളേഴ്സ് എടുത്ത് ബലൂണിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ഡ്രോപ്പിൻ്റെ അതുപോലത്തെ ഷേപ്പിൽ ഞാൻ 2-3 ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കാം. ഞാൻ 3-4 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ബലൂൺ ഉണ്ടാക്കാം. പിന്നെ ഏതെങ്കിലും ഒരു ത്രെഡോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ത്രെഡ് യൂസ് ചെയ്ത് നമുക്കതിനെ ഫിറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ആ വീടിന് ഒരു ചെറിയ കളർ മേക്ക് ഓവർ കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കളറിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അക്രിലിക് കളറോ, ഞാനിപ്പം സ്കെച്ച് പെന്ന് വെച്ചാൽ നമ്മുടെ ബ്രഷ് പെൻ വെച്ചാൽ ചെയ്ത്, പിന്നെ ക്ലേ കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉണ്ടാക്കുവാണ്. ഇനി ഇതെല്ലാം നമ്മൾ ആ നമ്മുടെ ക്യാൻവാസ് ബോർഡിൽ അതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അടിയിൽ എന്തെങ്കിലും ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചരിച്ച ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ആ ബലൂണുകളെ മുകളിൽ എയറിനകത്ത് വരുന്ന രീതിയിൽ വെക്കുക, ത്രെഡ് വെച്ച് അറ്റാച്ച് ചെയ്യും. ഇത്രയേ ഉള്ളൂ പരിപാടി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മിനുക്ക് പണികളൊക്കെ നിങ്ങളുടേതായ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ കുറച്ച് പൂക്കളും കുറച്ച് ചെടികളെയൊക്കെ അടിയിൽ നിന്ന് വരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ചെറിയ ഇതിൽ ഇതും ക്ലേ കൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ വെച്ച് സാരയിൽ അക്രിലിക് കളർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെച്ച് ചെയ്യുവാണ്. പിന്നെ എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് പോലെ തോന്നുന്നുകൊണ്ട് ഒരു കോട്ട്സ് കൂടെ എഴുതി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വെയിൽ വന്നപ്പോൾ ഇത് കാണാൻ എന്ത് രസം അല്ലേ, എനിക്കിഷ്ടം അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേന് ഇതിനകത്ത് വെയിൽ വന്നു. മറ്റേതെല്ലാം രാത്രിയിലാണ് ഫീഡ് ചെയ്തത്. കാരണം വെച്ചാൽ ഞാൻ വെച്ച് പകലും മഴയാന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഏകദേശം എനിക്ക് ലൈറ്റത്ത് വെച്ചപ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഈ പൂക്കളും കൂടെ വെച്ചപ്പോൾ നല്ല രസമുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ നോക്കണം, ലൈക്ക് അടിക്കണേ.